എല്ലാവർക്കും നമസ്കാരം. ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫോർ ഓഫ് കപ്സ് ആണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. പേജ് ഓഫ് വാണ്ട്സ്, നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, ഹെറോഫന്റ്, നൈറ്റ് ഓഫ് സോർഡ്സ്, ത്രീ ഓഫ് പെന്റക്കിൾസ്, സെവൻ ഓഫ് പെന്റക്കിൾസ്. ഇതാണ് ഇന്ന് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. നമുക്ക് റീഡിംഗ് നോക്കാം. ഫോർ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് ഭൂതകാലത്തിൽ എൻ്റെ ചിന്തകളിൽ കുടുങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പുതിയ ആശയങ്ങളും അവസരങ്ങളും നിങ്ങളുടെ മുന്നിൽ കടന്നു വന്നാലും ഈ അവസരങ്ങളെയും കാര്യങ്ങളെയൊന്നും ശ്രദ്ധിക്കാതിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഉണ്ട്. നിങ്ങൾ അവസരങ്ങളെ ക്രിയാത്മകമായിട്ട് വിനിയോഗിക്കാനാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നാണ് പറയുന്നത്. അതായത് യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നിങ്ങളുടെ വളർച്ചയ്ക്ക് അതാണ് നല്ലതെന്നാണ് പറയുന്നത്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അട്രാക്ട് ചെയ്യാതെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മാത്രം അട്രാക്ട് ചെയ്യാനാണ് പറയുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് ഓർത്ത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നതായിരിക്കാം. ചിലപ്പോൾ ചില ആളുകളിൽ നിന്നുണ്ടാവുന്ന ചീറ്റിങ് എനർജികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾക്ക് ഇതിനു മുമ്പ് നേരിട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രോമയിൽ നിൽക്കാതെ അതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ദിവസങ്ങൾ മാറും തോറും നമ്മുടെ എനർജി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന ആ നെഗറ്റീവ്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന പുതിയ അവസരങ്ങളെ ധൈര്യത്തോടെ അട്രാക്ട് ചെയ്തെടുക്കുക, അവസരങ്ങളിൽ കണ്ട് മുന്നോട്ട് പോവുക, ആ അവസരങ്ങൾ സ്വീകരിക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. പേജ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ പുതിയ കുറേ അവസരങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആ അവസരങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വളരെ നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പറ്റുന്നൊരു അവസരത്തിൽ കൂടിയാണ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും നാൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്, ഇത്രയും നാൾ ചെയ്ത കാര്യങ്ങളിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ് അത് പ്രാവർത്തികമാക്കാൻ കിട്ടുന്ന അവസരങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് ഫെയിലിയേഴ്സിൽ നിന്നാണല്ലോ നമ്മൾ കുറേ പാഠങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ഉൾക്കൊണ്ട പാഠങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ലൈഫിൽ ചേഞ്ചസ് എപ്പോഴും നമുക്ക് ഉണ്ടാവുന്നതാണ്. അതാണ് ലൈഫ് എന്ന് പറയുന്നത്. ഒരേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പോയാൽ അതല്ല ലൈഫിൻ്റെ ഒരു ത്രില്ല് വരുന്നത്. ഓരോ ചേഞ്ചസ് വരും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇതിനു മുന്നേ ചെയ്ത കാര്യങ്ങളിലുള്ള നെഗറ്റിവിറ്റി മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് നിങ്ങൾ ഉൾക്കൊണ്ട പാഠങ്ങൾ വെച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള അവസരമാണ് വന്നിരിക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ വന്ന അവസരങ്ങൾ. അപ്പോൾ ആ അവസരങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ത്രീ ഓഫ് പെന്റക്കിൾസിന്റെ എനർജി വന്നിട്ടുണ്ട്. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും കോഴ്സുകളിൽ ചേരാനായിട്ടുള്ള ഒരു അവസരങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് പുതിയ കോഴ്സുകളോ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനോ, എന്തെങ്കിലും കാര്യങ്ങൾ ചില ആൾക്കാർക്ക് എന്തെങ്കിലും
കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ട്രെയിനിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ട്രെയിൻ ചെയ്തിട്ട് നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ചില ആളുകൾക്ക് ഇതൊരു പുണ്യസ്ഥലം ദർശിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. ദേവാലയ ദർശനങ്ങൾ പോവുകയും അവിടെ പുരോഹിതന്മാരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഉപദേശങ്ങൾ സ്വീകരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. വളർച്ചയും വികാസവും ഉണ്ടാവുന്നത് മറ്റുള്ളവരോട് കൂടിച്ചേർന്ന് നിൽക്കുമ്പോഴാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പാർട്ട്ണർഷിപ്പായിട്ടൊരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ആളുകളെ കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആവാം, അല്ലെങ്കിൽ കുറച്ച് പേര് കൂടി ചേർന്നുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പഠിച്ച് അത് ഇംപ്ലിമെന്റ് ചെയ്ത് അതിൽ നിന്നൊരു വരുമാന മാർഗം ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. പരിചയസമ്പന്നരായ ആൾക്കാരെ നിങ്ങൾക്ക് കൂട്ടത്തിൽ കൂട്ടാമെന്നാണ് പറയുന്നത്. കാര്യങ്ങൾക്ക് കുറച്ചും കൂടി വേഗതയും വ്യക്തതയും കിട്ടാൻ വേണ്ടിയിട്ട് പരിചയസമ്പന്നമായ ആളുകളുടെ അടുത്ത് നിന്ന് ഉപദേശങ്ങൾ തേടുകയോ അല്ലെങ്കിൽ അവരെ നിങ്ങൾക്ക് കൂട്ടത്തിൽ നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാനുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട്. 4 ഓഫ് പെന്റക്കിൾസ് ആണ്. പരിശ്രമത്തിന്റെ ഫലം കിട്ടിത്തുടങ്ങുന്നതേ ഉള്ളൂ. പരിശ്രമത്തിന്റെ ഫലം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പോകുവാനുള്ള ഒരു പ്രചോദനം നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് ഈ ഫലങ്ങൾ കിട്ടിത്തുടങ്ങുന്നതിൻ്റെയാണ്. ഇത്രയും നാൾ നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ടിട്ട് ചെയ്ത കാര്യങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടിയില്ല എന്നുള്ള ഒരു വിഷമത്തിലിരിക്കുന്ന ആളുകളുണ്ട്. അവരോട് പറയാനുള്ളത്, നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഫലം, അതായത് നിങ്ങൾ എഫേർട്ട് ഇട്ടതിൻ്റെ ഫലം നിങ്ങൾക്ക് വരുന്നതേ ഉള്ളൂ. അത് നിങ്ങളുടെ തൊട്ടരികിലാണ്. അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ. അപ്പോൾ കുറേ ആളുകളുടെ ചിന്ത, ഞാൻ ഇത്രയും നാൾ ഇത് ചെയ്തിട്ട് എനിക്ക് ഇതിന് തക്കതായ ഫലം കിട്ടുന്നില്ല, അപ്പോൾ ഇത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇത് ഉപേക്ഷിച്ചിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിന് പോയാലായിരിക്കുമോ ബെറ്റർ എന്നൊക്കെ ചിന്തിച്ച് കൺഫ്യൂഷൻ ആവുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഇത് തന്നെ ഇപ്പോൾ ചെയ്യുന്ന കാര്യം തന്നെ കണ്ടിന്യൂ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും നാൾ ഇട്ട എഫേർട്ടിൻ്റെ ഫലം നിങ്ങളുടെ അരികിൽ എത്തി നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫ്രൂട്ട് എടുക്കണ സമയമാകുന്നേ ഉള്ളൂ. ആ സമയത്ത് നിങ്ങളിത് ഉപേക്ഷിച്ച് പോകരുതെന്നാണ് പറയുന്നത്. പൂർണ്ണമായ പ്രതിഫലത്തിലേക്ക് നിങ്ങൾ എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കുക. ഈ മാറ്റങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും അങ്ങനെ ഒരു ചിന്ത വരുന്ന ആൾക്കാരുണ്ടാവും. ഒരു കാര്യം ചെയ്തിട്ട് അത് സ്വിച്ച് ചെയ്ത് അടുത്തയിലേക്ക് പോകാം. അങ്ങനെ പോവാതെ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ തന്നെ കൂടുതലായിട്ട് എഫേർട്ട് ഇടുകയും കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലത്തിന് അരികിൽ നിങ്ങൾ എത്തി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. സ്ഥിരോത്സാഹവും കഠിനാധ്വാനമൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാണ്. എല്ലാ കാര്യവും വളരെ ശ്രദ്ധയോടും വളരെ പ്ലാൻ ചെയ്തും തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന വേഗത്തിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ തോന്നൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന വേഗത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്പീഡിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോവാത്തതിൻ്റെ ഒരു വിഷമമാണ് ഇവിടെ കാണിക്കുന്നത്, ഈ 7 ഓഫ് പെന്റക്കിൾസിലും കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ നിങ്ങൾ വിജയത്തിൻ്റെ അരികിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും നിങ്ങൾക്കുണ്ട്, നിങ്ങളിലുണ്ട്, നിങ്ങളത് ചെയ്യുന്നുണ്ട്, എല്ലാ എഫേർട്ടും നിങ്ങൾ ഇടുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഒരു സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി സ്റ്റക്കായി നിൽക്കുന്നതല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീല് വരികയാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന വേഗതയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളൊരു ഫീലിൽ ഇരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയും കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു സ്പീഡിലേക്ക് എത്തുന്നുണ്ട്. ഹിറോഫിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗുരുസ്ഥാനീയരായ ആളുകളിൽ നിന്ന് ഒരു നിർദ്ദേശം സ്വീകരിക്കാം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഗുരുസ്ഥാനത്ത് ഒരാളുണ്ടാവും. ആ ആളുടെ ഒരു ഉപദേശം നിങ്ങൾ തേടുന്നത് നല്ലതായിരിക്കും. അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയുക, നിങ്ങൾ എന്താ സ്ട്രഗിൾ എന്നുള്ളത് അത് സംസാരിച്ചിട്ട് അതിൽ നിന്നും അവരുടെ ഒരു നിർദ്ദേശം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. അവർക്ക് ഈ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നമ്മളെക്കാൾ കൂടുതൽ കാര്യങ്ങളോടുള്ള അറിവുണ്ടാവാം. അപ്പം അവർ ചില രഹസ്യങ്ങൾ നിങ്ങൾക്ക് കൈമാറാൻ ചാൻസ് ഉണ്ട്. ആ കിട്ടുന്ന നിർദ്ദേശവും നിങ്ങളുടെ കഴിവും സംയോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉപദേശം കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഉപദേശം തേടണം എന്നാണ് പറയുന്നത്. അങ്ങനെ മുന്നോട്ട് പോയാൽ നിങ്ങൾ
നൈറ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജിയിലേക്ക് വരും. ഇത് വളരെ വേഗത്തിൽ പായുന്ന ഒരു കുതിരയുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സ്റ്റക്കായി നിൽക്കുന്നുള്ള ഒരു തോന്നൽ, അതിൽ നിന്നും മാറി നിങ്ങൾ ഈ സ്പീഡിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾ എന്ത് റിസ്ക് എടുത്തും മുന്നോട്ട് പോകാനായിട്ട് തയ്യാറാകും. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഉപദേശവും നിർദ്ദേശവും അതുപോലുള്ള ഒരു വഴി തെളിയിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നൈറ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജിയിൽ വരുന്നതാണ്. നിങ്ങൾ പടക്കുതിരയെ പോലെ മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ്. ധീരമായ തീരുമാനങ്ങൾക്കൊന്നും ധീരതയോടെ കാര്യങ്ങൾ ചെയ്യുന്നു. ദ്രുതഗതിയിൽ, അത് വളരെ സ്പീഡിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റും. ഈ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു കുതിരയുടെ ഊർജ്ജമാണ് നിങ്ങൾക്കും കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സ്പീഡിൽ പോകുമ്പോൾ കുറച്ച് അശ്രദ്ധ ഉണ്ടാവാതെ സൂക്ഷിക്കണം എന്നും പറയുന്നുണ്ട്. അശ്രദ്ധയില്ലാതെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. നിങ്ങൾ ഈ സ്പീഡിലേക്ക് വരും. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സ്റ്റക്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് മാറി നിങ്ങളൊരു സക്സസ്സിലേക്കുള്ള ഒരു കുതിപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് നിശ്ചയമായിട്ടും വിജയത്തെ കൊണ്ടുതരുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ്സ്. അപ്പോൾ എൻ്റെ റീഡിങ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നലെ ഞാനിട്ട വീഡിയോയിൽ വോയിസ് കുറവായിരുന്നെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായി. സോറി, എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ ഓഡിയോ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കേട്ട് എല്ലാവരും അഭിപ്രായം പറഞ്ഞപ്പോഴാണ് ഞാനത് അറിയുന്നത്. ഇന്നലത്തെ ഒരു നല്ല റീഡിംഗ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് കൂടുതലായിട്ട് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് റീഡിങ്സ് തരാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് കമൻസ് രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. നല്ലൊരു ദിവസം ഇന്നത്തെ ദിവസമാവട്ടെ എന്ന് ഞാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.